അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കിതാബുൽ ഫിഖ്ഹിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ ശ്രദ്ധിക്കുക, പഠിക്കുക. പൊതുപരീക്ഷയ്ക്ക് ഉന്നത മാർക്കോടെ തന്നെ വിജയിക്കാൻ ശ്രമിക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. കിതാബുൽ ഫിഖ്ഹിന്റെ ഒരു മോഡൽ ചോദ്യപേപ്പർ. ഒന്നാമത്തെ ചോദ്യം, യോജിപ്പിക്കുക. ബ്രാക്കറ്റിൽ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്ന് ശരിയായത് താഴെയുള്ള ഓരോ ചോദ്യത്തിനും എടുത്ത് എഴുതുകയാണ് വേണ്ടത്. എന്തെല്ലാം ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്? താഹിർ, സുന്നത്ത്, കറാഹത്ത്, മുഗല്ലദ്, നിഫാസ്, ഹറാം. ചെയ്താൽ ശിക്ഷയില്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും. ഏതാണത്? നമ്മൾ ഒന്നാമത്തെ പാഠം അൽ അഹ്കാമു ശർഇയ്യ, അവിടെ 5 നിയമങ്ങൾ, 5 വിധികൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒന്നാണ് കറാഹത്ത്, ചെയ്താൽ ശിക്ഷയില്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും. ഇനി ഉദുറോടെ ഖളാ ആയ നിസ്കാരത്തെ ആസന്നമായ നിസ്കാരത്തെക്കാൾ മുന്തിക്കൽ സുന്നത്താണ്. ഉദുറോടെ, ഉദുർ എന്ന് പറഞ്ഞാൽ കാരണത്തോടെ, ഖളാ ആയ നിസ്കാരത്തെ ആസന്നമായ നിസ്കാരത്തെക്കാൾ മുന്തിക്കൽ സുന്നത്താണ്. ആസന്നമായ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഓൾറെഡി സമയമായ നിസ്കാരം, അതിനേക്കാൾ മുന്തിക്കണം ഏത്? ഖളാ ആയ നിസ്കാരം, അത് സുന്നത്താണ്. ഇനി നാരങ്ങ വെള്ളം, അതെന്താണ്? താഹിറാണ്, സ്വയം ശുദ്ധിയുണ്ട്, പക്ഷെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റൂല. നായ, പന്നി ഇവയിൽ നിന്ന് ജന്മം കൊണ്ടവ, അതേത് ടൈപ്പ് നജസാണ്? വളരെ സ്ട്രോങ് ആയിട്ടുള്ള മുഗല്ലദായ നജസാണ്. കൂടിയാൽ 60 ദിവസമാണ്. ഏത്? നിഫാസ്. അടുത്തത് രണ്ടാമത്തത് ശരി അടയാളപ്പെടുത്തുക. ഒരു തയമ്മം കൊണ്ട് എത്രയും നിസ്കരിക്കാം. ഒരു തയമ്മം കൊണ്ട് എത്രയും നിസ്കരിക്കാം. ഏത്? സുന്നത്താണോ, ഫർളാണോ, സുബ്ഹാണോ? ഒരു തയമ്മം കൊണ്ട് ഒരു ഫർള് മാത്രമേ നിസ്കരിക്കാൻ പറ്റുള്ളൂ, പക്ഷെ സുന്നത്ത് നിസ്കാരം എത്രയും നിസ്കരിക്കാം. അപ്പോൾ സുന്നത്ത്. 2 ബാങ്ക് സുന്നത്തുള്ള നിസ്കാരം ഏതൊക്കെയാണ്? തറാവീഹാണോ, സുബ്ഹാണോ, ഇശാ ആണോ? സുബ്ഹിയും ജുമുഅയും. ഇത് രണ്ടും 2 ബാങ്ക് സുന്നത്തുള്ള നിസ്കാരങ്ങളാണ്. അപ്പോൾ ഇവിടെ സുബ്ഹ്. ബാങ്കും ഇഖാമത്തും കേൾക്കുന്നവർ അതുപോലെ പറയൽ സുന്നത്താണ്. നമ്മൾ ബാങ്കിന് ഇഖാമത്തിനും ജവാബ് കൊടുക്കണം, അത് സുന്നത്താണ്. നിസ്കാരത്തിന്റെ ഫർളുകൾ എത്രയാണ്? 5 ആണോ, 14 ആണോ, 7 ആണോ? 14. ഫർള് നിസ്കാരത്തിൽ നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കൽ, അത് ഫർളാണ്. ഇനി വിശദമാക്കുക. വെള്ളിയാഴ്ച സുബഹിക്ക് ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ ഏതൊക്കെയാണ്? സൂറത്തു സജദ, അതുപോലെ സൂറത്തു ദഹർ. സൂറത്തു ദഹർ എന്ന് പറഞ്ഞാൽ ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി എന്ന് തുടങ്ങുന്ന സൂറത്ത്. മുഖഫഫായ നജസ്. എന്താണ് മുഖഫഫായ നജസ് എന്ന് പറഞ്ഞാല്? 2 വയസ്സ് പൂർത്തിയാകാത്ത ആൺകുട്ടിയുടെ മൂത്രം, പാലല്ലാതെ മറ്റൊന്നും കഴിക്കാത്ത 2 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രം, അതാണ് മുഖഫഫായ നജസ്, വളരെ നോർമൽ ആയിട്ടുള്ള നജസ്. ഇനി അടുത്തത് ഖസീറായ ഫർളുകൾ. ഏതാണ് ഖസീറായ ഫർളുകൾ? ഖസീറായ ഫർളുകൾ ഉണ്ട്, അതുപോലെ ദീർഘമേറിയ ഫർളുകളൊക്കെ ഉണ്ട്, അല്ലെ? അപ്പൊ സുജൂദിന്റെ ഇടയിൽ ഇരുത്തം, ഇഅ്തിദാല്, ഇതൊക്കെ ഖസീറായ ഫർളുകളാണ്. കൂടുതൽ സമയം അവിടെ ചെലവഴിക്കാൻ പാടില്ല എന്ന് ചുരുക്കം. നിസ്കാരത്തിലെ ഖൗലിയായ ഫർളുകൾ ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് 14 ഫർളുകളിൽ 1 ഖൽബിയായതാണ്, അത് നിയ്യത്ത് മാത്രമാണ്. പിന്നെ ഖൗലിയായ ഫർളുകളുണ്ട്, ഫിഅലിയായ ഫർളുകളുണ്ട്. ഖൗലിയായ ഫർളുകൾ എന്ന് പറഞ്ഞാൽ പറച്ചിലുകൾ, നമ്മൾ പറയുന്നത്, അത് ഏതൊക്കെയാണ്? തക്ബീറത്തുൽ ഇഹ്റാം, ഫാത്തിഹ, തശഹുദ്, സലാത്ത്, സലാം, ഇതൊക്കെയാണ് ഖൗലിയായ ഫർളുകൾ. ഇനി ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഖുനൂത്തിൽ മഅ്മൂമ് ഓതേണ്ടത് എന്താണ്? ഫഇന്നക തഖ്ളീ മുതൽ അതുവരെ ഇമാമു പറയും. ഉദാഹരണം, അല്ലാഹുമ്മ ഹദിനാ ഫീമൻ ഹദൈത് എന്ന് ഇമാമു പറയുമ്പോൾ മഅ്മൂമ് ആമീൻ പറഞ്ഞാൽ മതി. പക്ഷേ ഫഇന്നക തഖ്ളീ വലാ യുഖ്ളാ അലൈക്, അവിടുന്ന് മുതൽ മഅ്മൂമും ഇമാമും ഒക്കെ ഒരുമിച്ച് പറയണം. എന്ത് ചൊല്ലണം? റുകൂഇൽ എന്താ ചൊല്ലേണ്ടത്? സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി. 1ാം റക്അത്തിൽ അഊദുവിന് മുമ്പ് എന്ത് ചൊല്ലണം? വജ്ജഹ്തു ചൊല്ലണം. ഖുനൂത്തിന് ശേഷം എന്താ ചൊല്ലേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കുടുംബത്തിന്റെയും മേൽ സ്വലാത്ത് ചൊല്ലണം. ബാങ്കിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുമ്പോൾ എന്താണ് പറയേണ്ടത്? സദഖത വബരിർത എന്ന് പറയണം. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം.
തറാവീഹിൽ ഈ 2 റക്അത്തുകളിൽ സലാം വീട്ടൽ അത് വാജിബാണ്. തറാവീഹ് 20 റക്അത്തല്ലേ, 10 സലാമോടുകൂടെ നിസ്കരിക്കുന്ന നിസ്കാരമാണ് തറാവീഹ്. അപ്പോൾ ഓരോ ഈ 2 റക്അത്ത് കഴിയുമ്പോഴും സലാം വീട്ടൽ നിർബന്ധമാണ്, വാജിബാണ്. പെരുന്നാൾ നിസ്കാരത്തിൽ 1-ാം റക്അത്തിൽ 7 തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. 4 റക്അത്തുള്ള നിസ്കാരം 2ആക്കി ചുരുക്കി നിസ്കരിക്കലാണ് ഖസർ. നമ്മൾ ജംഉം ഖസറും പറഞ്ഞപ്പോൾ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഖസർ. ജമാഅത്ത് ഷർത്തുള്ള നിസ്കാരം ഏതാണ്? ജുമുഅയാണ്. വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരം അത് ജമാഅത്ത് ഷർത്തുള്ള നിസ്കാരമാണ്. സക്കാത്ത് വാജിബാകാൻ 30 എണ്ണം ഉണ്ടായിരിക്കേണ്ട മൃഗം ഏതാണ്? മാടാണ്. മാട്. ഇനി ആശയം എഴുതാം. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഫി റമളാന 20 റക്അത്തൻ സിവൽ വിത്രി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിത്ർ കൂടാതെ തന്നെ റമളാനിൽ 20 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ തറാവീഹ് 20 റക്അത്താണ് എന്നുള്ളതിന്റെ തെളിവാണത്. ഇനിയോ ഇദാ ഹളറത്തിസ് സ്വലാത്തു ഫൽയുഅദ്ദിൻ ലക്കും അഹദുക്കും. നിസ്കാരത്തിന്റെ സമയമായാൽ നിങ്ങളിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് എന്ത് ചെയ്യുക? നിങ്ങളിൽ നിന്ന് ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ബാങ്ക് വിളിക്കുക എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇനി ഹജ്ജിന്റെ ഫർളും വാജിബാത്തും വേർതിരിക്കാനാണ്. വിദാഇന്റെ തവാഫ്, ഇഫാദത്തിന്റെ തവാഫ്, തലയിൽ നിന്ന് മുടി നീക്കൽ, മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യൽ. ഇവിടെ ഫർളുകൾ ഏതെല്ലാം, വാജിബാത്തുകൾ ഏതെല്ലാം എന്ന് വേർതിരിക്കാനാണ്. ഫർളുകൾ ഏതെല്ലാമാണ്? ഇഫാദത്തിന്റെ തവാഫ്, അതുപോലെ തലയിൽ നിന്ന് മുടി നീക്കൽ. വാജിബാത്ത് ഏതൊക്കെയാണ്? ഒന്ന് മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യൽ, മറ്റൊന്ന് വിദാഇന്റെ തവാഫ്. ഇനി പൂരിപ്പിക്കാം. ഫഇന്നക തഖളി വലാ യുഖ്ളാ അലൈക്. നമ്മളെ കുനൂത്താണത്. വഇന്നഹു ലാ യദില്ലു മൻ വലൈത് വലാ യഇസ്സു മൻ ആദൈത്. ഇന്ന സ്വലാത്തി വനുസുകി വജ്ഹതു ഇന്ന സ്വലാത്തി വനുസുകി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വജുഇലത് ലനൽ അർളു കുല്ലുഹാ മസ്ജിദ വജുഇലത് തുർബതുഹാ ലനാ തഹൂറാ. നമ്മൾ തയമ്മുമിന്റെ പാഠത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. വജുഇലത് ലനൽ അർളു, ഈ ഭൂമിയെ നമുക്ക് ആക്കപ്പെട്ടു, കുല്ലുഹാ മസ്ജിദൻ, മസ്ജിദായി ആക്കപ്പെട്ടു. വജുഇലത് തുർബതുഹാ, ആ ഭൂമിയിലെ മണ്ണിനെ ആക്കപ്പെട്ടു, ലനാ നമുക്ക് വേണ്ടി, തഹൂറ ശുദ്ധിയുള്ളതാക്കി. ഇനി ഉത്തരം എഴുതുക. നോമ്പിന്റെ ഫർളുകൾ ഏതെല്ലാം? നോമ്പിന് 2 ഫർളുകളാണുള്ളത്. ഒന്ന് നിയ്യത്ത്, മറ്റൊന്ന് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വർജിക്കുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക. സകാത്തുൽ ഫിത്ർ വാജിബാകും എപ്പോൾ? സകാത്തുൽ ഫിത്ർ, സകാത്തുൽ ബദൻ, സകാത്തുൽ ഫിത്ർ എല്ലാം ഒന്നാണ്. സകാത്തുൽ ഫിത്ർ വാജിബാകും എപ്പോൾ? റമളാൻ അവസാന ദിവസത്തെ സൂര്യൻ അസ്തമിച്ചാൽ, റമളാൻ അവസാന ദിവസത്തെ സൂര്യൻ അസ്തമിച്ചാൽ ഈ സകാത്തുൽ ഫിത്ർ വാജിബാകും. ജംഅ് ആക്കപ്പെടാവുന്ന നിസ്കാരങ്ങൾ ഏതെല്ലാം? ജംഅ് ആക്ക, രണ്ടും ഒരേ സമയത്ത് നിസ്കരിക്കുക, അത് ഏതെല്ലാമാണ്? അങ്ങനെ ആക്കാൻ പറ്റുന്ന നിസ്കാരങ്ങൾ ളുഹറും അസറും, അതുപോലെ മഗ്രിബും ഇശാവും. അപ്പോൾ ളുഹറും അസറും ഏതെങ്കിലും ഒരു സമയത്ത്, ളുഹറിന്റെ സമയത്ത് ളുഹറും അസറും, അല്ലെങ്കിൽ അസറിന്റെ സമയത്ത് ളുഹറും അസറും ഒരുമിച്ച് നിസ്കരിക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജംആക്കാം. ഏതായാലും ളുഹർ, അസർ, മഗ്രിബ്, ഇശാ ഈ നിസ്കാരങ്ങളാണ് ജംആക്കാൻ പറ്റുന്ന നിസ്കാരങ്ങൾ. ഇതാണ് കിതാബുൽ ഫിഖിന്റെ ഒരു മോഡൽ ചോദ്യപേപ്പർ. വിദ്യാർത്ഥികൾ നല്ല ശ്രദ്ധയോടെ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരീക്ഷയിലൊക്കെ ഉന്നത വിജയം നൽകി അല്ലാഹു ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അല്ലാഹു എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.